ഐശ്വര്യമായിരുന്നു അവൾ. വിക്രമാദിത്യനും വിദ്യോത്തമയ്ക്കും മകളെപ്പോലെയായിരുന്നു. സന്താന സൗഭാഗ്യമില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർ അവസരം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ വിയോഗം വിക്രമാദിത്യനും വിദ്യോത്തമയ്ക്കും സഹിക്കാവുന്നതിലേറെ ദുഃഖമുണ്ടാക്കുന്നതായിരുന്നു. ആ വിയോഗം വിക്രമാദിത്യനെ കാളിദാസനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. പലപ്പോഴും കാളിദാസന്റെ നിശബ്ദത വിക്രമാദിത്യന് മനോബലമേകി. തന്നെക്കാൾ കൂടുതൽ ദുഃഖിക്കുന്ന ഒരാളുണ്ടെന്നും അദ്ദേഹത്തിന് ആശ്വാസം നൽകേണ്ടത് തൻ്റെ കടമയാണെന്നും വിക്രമാദിത്യന് തോന്നി. ഒരുപക്ഷെ താൻ മല്ലകയുടെ സ്വയംവരത്തെ എതിർക്കുകയും അവൾക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് ബാധ്യസ്ഥയാക്കുകയും ചെയ്തിരുന്നെങ്കിൽ മാനസികമായി അവൾക്കുണ്ടാകുന്ന ആഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് പശ്ചാത്തപിക്കേണ്ടി വരുമായിരുന്നു. കാളിദാസനെ പങ്കെടുപ്പിക്കാതെ സ്വയംവരം നടത്തിയെങ്കിൽ പോലും അവൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം നിഷേധിക്കുകയോ തീരുമാനത്തെ എതിർക്കുകയോ ചെയ്തില്ല. കാളിദാസന്റെ അസാന്നിധ്യത്തിൽ നടന്നതെങ്കിലും കാളിദാസൻ രാജകുമാരനല്ലായിരുന്നെങ്കിലും രാജകീയ ദൃഷ്ടിയിലൂടെ മാത്രം നോക്കിയാൽ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഈ അത്യാഹിതം സംഭവിച്ചത്. കാവ്യകലാദികളിൽ അവർക്കുള്ള താൽപ്പര്യം അവൾ ഉജ്ജയിനിയുടെ കവിതയാണെന്ന തോന്നലാണ് തന്നിലുണ്ടാക്കിയിരുന്നത്. അവൾ മന്ദപവനനായോ കാവ്യപാരിജാതമായോ ഉജ്ജയിനിയിലേക്ക് വന്ന കാളിദാസനെന്ന കവിയിലേക്ക് ലയിച്ചു ചേരുകയായിരുന്നു. എന്നിട്ടും അവൾ പോയി. തന്നെ മറക്കാം, പക്ഷേ അവൾക്ക് കാളിദാസനെ എങ്ങനെ വിട്ടുപോകാനായി? താൻ മല്ലികയോടോ കാളിദാസനോടോ അന്യായം പ്രവർത്തിച്ചിട്ടില്ലെന്ന് വിക്രമാദിത്യൻ വീണ്ടും വീണ്ടും മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കാളിദാസന്റെ മനസ്സാകെ ഋഷിയുടെ സാന്നിധ്യത്തിൽ കാലത്തിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കാൻ തയ്യാറായെങ്കിലും മനുഷ്യജീവിതത്തിൻ്റെ സ്വഭാവം കാളിദാസനെ വിട്ടൊഴിയാതെ നിന്നു. മരണമെന്ന ജീവിത യാഥാർത്ഥ്യത്തെ പരാജയപ്പെടുത്തുവാൻ മനുഷ്യനാവില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അതോർത്ത് വിലപിക്കുന്ന സ്വഭാവം എന്തുകൊണ്ടാണ് മനുഷ്യനുണ്ടായിരിക്കുന്നതെന്ന് കാളിദാസൻ പലപ്പോഴും സംശയിക്കുന്നുണ്ടായിരുന്നു. അതാണ് മനുഷ്യജീവിതത്തിൻ്റെ വൈരുദ്ധ്യമെന്ന് തോന്നി. മല്ലികയുടെ സാമീപ്യം എന്ന ആഗ്രഹമാണ് തൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ ഇച്ഛയ്ക്കുണ്ടായ ഭംഗമാണ് തൻ്റെ മനസ്സിൽ വിങ്ങലായി നിൽക്കുന്നത്. അതുകൊണ്ട് ഇച്ഛയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് കരുതാമോ? മാറ്റങ്ങളെ, യഥാർത്ഥങ്ങളെ പൂർണ്ണ മനസ്സോടെ പ്രകൃതിയുടെ സത്യമാണത് എന്നറിഞ്ഞ് സ്വീകരിക്കാനുള്ള കഴിവില്ലായ്മയാണ്. കാളിദാസന്റെ മനസ്സ് ഉഴറിക്കൊണ്ടേയിരുന്നു. നിചുലൻ എത്ര ശ്രമിച്ചിട്ടും കാളിദാസനെ ആശ്വസിപ്പിക്കാനായില്ല. താൻ എന്തു പറയും? തന്നേക്കാൾ ജ്ഞാനമുള്ള വ്യക്തിയാണ്. ആർഷഭൂമി മുഴുവൻ യാത്ര ചെയ്ത് ജീവിതം കണ്ടയാളാണ്. ജീവിതത്തെ സധൈര്യം നേരിടാൻ താൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ഏകനായി ജീവിച്ചിരുന്ന ശംഭുവിന് ജീവിതത്തിൽ ആരെങ്കിലും തനിക്കുണ്ട് എന്ന ബോധമുണ്ടാക്കി കൊടുത്തത് മല്ലികയായിരുന്നു. മല്ലികയുമൊത്ത് സന്തോഷപ്രദമായ ഒരു ഭാവി ഉണ്ടാകുമെന്ന് ആശിച്ചു. അത് വെറുതെയായി. ഇനിയും ജീവിതം പഴയതുപോലെ ഏകനായി ജീവിതത്തിലേക്ക് മറ്റാരെയെങ്കിലും ക്ഷണിക്കാൻ ഇനി ശംഭു തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കാളിദാസൻ വിദ്വത് സദസ്സിൽ പോയതേയില്ല. നിചുലൻ കാളിദാസനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വളരെയധികം ശ്രമിച്ചെങ്കിലും പലപ്പോഴും ഏകാന്തമായി കഴിയാനാണ് കാളിദാസൻ താൽപ്പര്യപ്പെട്ടത്. തൻ്റെ സുഹൃത്തിനെ അങ്ങനെ കൈവിടാൻ വിഷമമുണ്ടായിരുന്നെങ്കിലും നിചുലന് മറ്റു മാർഗമുണ്ടായിരുന്നില്ല. സ്വയം മനധൈര്യം വീണ്ടെടുക്കാൻ തൻ്റെ ശംഭുവിന് കഴിയട്ടെ എന്ന് നിചുലൻ ആഗ്രഹിച്ചു. വളരെ ദിവസങ്ങൾക്ക് ശേഷം നിചുലൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കാളിദാസൻ വിക്രമാദിത്യനെ കാണാൻ പോയി. മല്ലകയില്ലാതെ കൊട്ടാരം ശൂന്യമാണെന്ന് തോന്നി. മല്ലികയോടൊപ്പം കളിച്ചു ചിരിച്ചു നടന്ന തോഴിമാരും മല്ലികയെ അന്വേഷിച്ച് കറങ്ങി നടക്കാറുള്ള വിദ്യോത്തമയും എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്നത് പ്രകടമായിരുന്നു. എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മരണവീടിൻ്റെ പ്രതീതി കൊട്ടാരത്തെ വിട്ടുമാറിയില്ല. വിക്രമാദിത്യൻ കാളിദാസനോട് ഗുരുകുലത്തിൽ പതിവായി പോകുവാനും രാജ്യസഭയിൽ എത്താനുമെല്ലാം അഭ്യർത്ഥിച്ചു. കാളിദാസൻ എല്ലാത്തിനും സമ്മതം മൂളിയെങ്കിലും മനസ്സു തുറന്നുള്ള സമ്മതമാണ് അതെന്ന് വിക്രമാദിത്യന് തോന്നിയില്ല. ആജ്ഞാപിക്കാൻ വിക്രമാദിത്യൻ്റെ നാവ് ഉയർന്നതുമില്ല. കൊട്ടാരത്തിൽ നിന്നും മടങ്ങവേ വിക്രമാദിത്യൻ്റെ അനബദ്ധ്യതാ ദുഃഖത്തിലേക്ക് കാളിദാസൻ്റെ ശ്രദ്ധ തിരിഞ്ഞു.
മനുഷ്യൻ എത്ര തന്നെ സമ്പന്നവും ഐശ്വര്യവും നേടിയാലും തൻ്റെ കുടുംബം, തൻ്റെ മകൾ എന്നെല്ലാമുള്ള ചിന്താഗതിക്ക് അവൻ്റെ മേലുള്ള നിയന്ത്രണത്തിന് യാതൊരു കുറവും വരികയില്ല. പക്ഷേ രാജവംശങ്ങൾക്ക് ഇങ്ങനെ പരമ്പര നിലനിർത്താനുള്ള കഴിവ് ഇല്ലാതെയാകുന്നത് ആ രാജവംശത്തിന് മാത്രമല്ല, ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെയാണ് ബാധിക്കുക. ഇത് ഇന്നത്തെ മാത്രം പ്രശ്നമല്ല. കീർത്തികേട്ട സൂര്യവംശവും ഇങ്ങനെയൊരു വിധി നേരിടുകയുണ്ടായി. ശക്തമായ രാജവംശം കാലക്രമത്തിൽ അനന്തരാവകാശിയില്ലാതെ പരിണതിയിലേക്ക് ചെന്നു ചേരുകയാണുണ്ടായത്. ഇവിടെ ഉജ്ജയിനിയിൽ പലപ്പോഴും വൃദ്ധന്മാർ മുമ്പ് ഭരിച്ചിരുന്ന മഹാരാജാക്കന്മാരുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് കേൾക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഉദയന മഹാരാജാവിൻ്റെയും വാസവദത്തയുടെയുമൊക്കെ കഥയോടൊപ്പം സൂര്യവംശ രാജാക്കന്മാരുടെ മഹിമയാണ് വർണ്ണിക്കാറുള്ളത്. വിക്രമാദിത്യൻ ഇപ്പോഴും അഭിമാനം കൊള്ളുന്നത് സൂര്യവംശത്തിൽ ജനിച്ചയാളാണ് എന്ന പേരിലാണ്. ശ്രീരാമചന്ദ്രൻ്റെയും രഘുവിൻ്റെയും ദിലീപൻ്റെയുമൊക്കെ മഹത്വത്തിൻ്റെ പേരിൽ തങ്ങളെ അതിൻ്റെ പിന്തുടർച്ചക്കാരായി അഭിമാനപൂർവ്വം കാണുന്നവരാണ് ഭാരതഖണ്ഡത്തിലെ പല രാജാക്കന്മാരും. ഗ്രാമഗീതങ്ങളിൽ ആ കഥകൾ നിറഞ്ഞു നിൽക്കുന്നു. സ്വന്തം കുടീരത്തിലെത്തിയ കാളിദാസൻ്റെ മനസ്സിൽ സൂര്യവംശത്തിൻ്റെ ആ ചരിത്രം ഒരു കാവ്യമായി രചിക്കാനുള്ള പ്രേരണയുണ്ടായി. എവിടെ തുടങ്ങണമെന്നും ആരെല്ലാം ആ വംശത്തിൽ പിറക്കുകയും ആർഷഭൂമിയിൽ ഭരണം നടത്തുകയും ചെയ്തെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താനായില്ല. ചില കാര്യങ്ങൾ മുൻ രചനകളെയും കേട്ടുകേൾവികളെയും അവലംബിക്കേണ്ടതുണ്ടെന്ന് തോന്നി. ആശ്രമങ്ങളിലും ആചാര്യന്മാരുടെ അടുത്തും വളരെ അന്വേഷണങ്ങൾ നടത്തി. ഉജ്ജയിനിയിലെ ഗുരുകുലത്തിലെ ഗ്രന്ഥാലയത്തിൽ നിന്ന് പഴയ രചനകളുടെയൊക്കെ പ്രതികൾ കിട്ടിയിടത്തോളം വായിച്ചു. പലപ്പോഴും ഇത്രയും മഹത്തായ രാജവംശത്തിൻ്റെ കഥയുടെ പശ്ചാത്തലത്തിൽ ഒരു നല്ല കാവ്യം രചിക്കാൻ തനിക്ക് സാധ്യമാകുമോ എന്ന് ആശങ്കയും തോന്നാതിരുന്നില്ല. കാരണം രാജവംശത്തിൻ്റെ കഥകൾ നന്മയുടെയും തിന്മയുടെയും സമ്മിശ്രമാണ്. പലപ്പോഴും നല്ല കാര്യങ്ങൾക്കൊപ്പം മോശപ്പെട്ടവയും പറയേണ്ടി വന്നേക്കാം.